ഞാൻ KT അഡ്മിൻസിന്റെ കോഡ്മാനാണ്, റയാനാണ് പേര്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഈ ലൈവ് വരാൻ കാരണം 2015 സ്കീമിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ച് സംസാരിക്കാം. നമ്മുടെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച ആഷിഖ് കൂടെ ഉണ്ടാവും. ആഷിഖ് യൂണിവേഴ്സിറ്റിയിൽ പോയി സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നതാണ്. എല്ലാവരും വരട്ടെ, എല്ലാവരും വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മതി മതി. എല്ലാവരും റിക്വസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 8:40 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചു പേര് പള്ളിയിലൊക്കെ പോയി കാണും. ഈ ഇയർ ബാക്കിന്റെ കാര്യം ഇപ്പോ 2019 സ്കീമിന്റെ ആണ്. അതിനെപ്പറ്റി നിലവില് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. അവസാനം വന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മെയ് 2024 അന്ന് പറഞ്ഞത് ഇയർ ബാക്ക് ഉണ്ടെന്നാണ്. നിലവിലത്തെ കാര്യം ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. ഈ വരുന്നവരും കൂടെ ജോയിൻ ചെയ്യട്ടെ. കുഴപ്പമില്ല. അപ്പൊ നിലവിലെ 2015 സ്കീമിന്റെ ബാച്ചുകാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവര് നമ്മുടെ ഇപ്പം അതിനൊപ്പം തന്നെ ഇപ്പൊ 2019 സ്കീമും ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 2019 സ്കീമിലെ വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പം നമ്മള് 2015 സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല കാര്യങ്ങളില് ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ പല രീതിയിൽ ഗ്രീവൻസും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യുന്നുണ്ട്. മെയിലുകൾ യൂണിവേഴ്സിറ്റിയിൽ അയക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മെയിലുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, എന്റെ ഒപ്പം കുറച്ച് വിദ്യാർത്ഥികളും കൂടെയാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അപ്പം അതിന്റെ ഒപ്പം ഒരു കൃഷ്ണപ്രിയ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലൈവിലുണ്ടാവോ? ഹലോ? കൃഷ്ണപ്രിയ ഇല്ല. ഇല്ലില്ല, വന്നിട്ടില്ല. അപ്പം നിലവില് സത്യം പറഞ്ഞ ഇല്ല. നിലവില് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്ന കാര്യം, നമ്മുടെ 2015 സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ എക്സ്റ്റൻഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പം നിലവില് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ 2015 ബാച്ച് ഏതാണ്ട് ഒരു 10 വർഷമായ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റിയിലൊക്കെ അവിടെ എത്തിച്ചേരുകയും നമ്മൾ ഡയറക്ടർ, KTUവിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആള്, ഡീൻ അക്കാഡമിക്സിന്റെ ഡീൻ റിസർച്ചിന്റെ ക്യാബിനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളതും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ ഈ LP ഗ്രേഡ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പോലും റിക്വസ്റ്റ് ചെയ്യാതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ വിദ്യാർത്ഥികളെ എല്ലാം ഏതാണ്ട് ഒരു 535 പേരുള്ള ഒരു സപ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ബാക്കി ഉള്ള ഏകദേശം 1000-ൽ പുറത്ത് വിദ്യാർത്ഥികൾ സപ്ലിക്കാരായിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക്, വ്യക്തമായ കണക്കുകൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കണക്കുമായിട്ടാണ് അവിടെ പോയത്. അപ്പം അതിൽ ഒരു 887 പേര് അതിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗൂഗിൾ ഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ നേരിട്ട് അവിടെ ഹാജരാക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യം, എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്നും പിന്നെ ഈ നമ്മൾ എപ്പോഴും നടക്കുന്ന പോലുള്ള എക്സാം ജൂൺ ജൂലൈയിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീൻ ഡയറക്റ്റ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ ആശങ്കകളും വിദ്യാർത്ഥിക്ക് വരേണ്ട കാര്യം, ഇതിന്റെ സിൻഡിക്കേറ്റ് മീറ്റിംഗ് കൂടി അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഏപ്രിൽ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് കൃത്യമായ രീതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആർക്കെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും പല പല മേഖലയിലുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളിലും എല്ലാവരും എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് ഉള്ളൊരു ചോദ്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാത്തൊരു സാഹചര്യം, ഒരു കാര്യം വിദ്യാർത്ഥികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം.
എന്തെങ്കിലും അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ആശങ്കകളോ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിക്വസ്റ്റ് ഇടാൻ, ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഇടാൻ, ലൈവിൽ വന്ന് പറയാനുള്ള പറയാം ഞാൻ. ഉം. ഇവിടെ ഒരാള് ഒരു സംശയം പ്രകടിപ്പിച്ചായിരുന്നു. നമ്മുടെ ലാസ്റ്റ് നിൽക്കുന്ന ബാലദയാൽ കൃഷ്ണ പറഞ്ഞൊരു കാര്യമാണ് ദ വൺ പേപ്പർ ലെഫ്റ്റ്. അതിന്റെ ഒരു ആക്ച്വൽ കാര്യം എന്ന് വെച്ചാൽ അതിൽ വൺ പേപ്പർ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് റിപ്പീറ്റ് ആയ സബ്ജക്ട് നമ്മളിപ്പം എല്ലാ സപ്ലികളും ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു സപ്ലി അത് കോഴ്സ് റിപ്പീറ്റ് ആയി ബാക്കി നിൽക്കുകയാണെങ്കിൽ മാത്രം അത് കോളേജിൽ തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന്റെ കാര്യമാണ് നേരത്തെ ഉള്ള കാര്യം. പിന്നെ യൂണിവേഴ്സിറ്റിന്ന് ഡിസിപ്ലിൻ 99 ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി എക്സ്റ്റൻഷൻ ആയിട്ട് ഉണ്ടാകുമോ അതോ ഒരു ചാൻസ് ആയിട്ടായിരിക്കും തരുന്നത്? അത് അവര് വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും എക്സ്റ്റൻഷൻ എന്നൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും എക്സാം നടത്തും. ജൂൺ ജൂലൈയിൽ എക്സാം ഉണ്ടായിരിക്കും. എല്ലാവരോടും അറിയിപ്പ് കൊടുത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനിയുള്ള കാര്യം എന്താന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ടൂ തൗസൻഡ് 15 സ്കീം സ്റ്റുഡൻസിന്റെ ഈ ചാൻസ് കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പേപ്പേഴ്സ് നമ്മൾ എന്താണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വ്യക്തമായ രീതിയിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു കാര്യം അവർ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. 2019 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ 2015 സ്കീമിലുള്ള അതേ സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ 2019 സ്കീമിലുള്ള എല്ലാ ബ്രാഞ്ചിലും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു റിസർച്ച് അവിടെ നടക്കുന്നതായിട്ട് നമ്മുടെ ഡയറക്ടർ നമുക്ക് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലായിരിക്കും ഇനി ആ തരത്തിലോട്ടൊന്നും നമ്മൾ പോകാതിരിക്കുക. അതാണ് നമ്മളിപ്പം മെയിനായിട്ട് ഈ ഒരു കിട്ടുന്ന ഒരു അവസരം നമ്മൾ മുതലെടുത്തുകൊണ്ട് വ്യക്തമായ രീതിയിൽ പഠിച്ച് പാസ്സാവാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. 2000 ലാസ്റ്റ് വാങ്ങിച്ചു ഇല്ല. ഈ എക്സാം ജൂൺ ജൂലൈ എന്നുള്ള മന്തുകളാണ് പറഞ്ഞത്. അപ്പം മെയ്യില് അത് നമുക്ക് സാധ്യമല്ല. എന്ന് വെച്ചാൽ റീവാലുവേഷന്റെ റിസൾട്ടും വരാനുണ്ടല്ലോ. അപ്പൊ ഈ റീവാലുവേഷന്റെ റിസൾട്ടിന് മുമ്പേ നമുക്ക് ഈ മെയ്യിൽ എന്തായാലും എക്സാം നടത്തുകയാണെങ്കിൽ അത് വളരെ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചാൻസ് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഉറപ്പായിട്ടും എക്സാം ഉണ്ടാകും കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും എക്സാം ഉണ്ടാകും. S1 റെഗുലർ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലേ? S1 വാലുവേഷൻ ക്യാമ്പും പിന്നെ മാർക്ക് എൻട്രിങ് എല്ലാം കഴിഞ്ഞു എന്നാണ് കിട്ടിയ ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ഉടനെ വൈകാതെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. എക്സാം എഴുതിയിട്ട് പാസ്സാവാത്തവരുടെ കാര്യം ഈ നമ്മുടെ എക്സാം ഈ കഴിഞ്ഞ തവണത്തെ 2015 സ്കീമിന്റെ എക്സാമില് വാലുവേഷന് നല്ല രീതിയിലുള്ള കറപ്ഷൻ, അത് എന്താണ് S3യുടെയും S4ന്റെയും ഏതാണ്ട് S7ന്റെയും S8ന്റെയും ഒഴിച്ച് ബാക്കി എല്ലാ വാലുവേഷന്റെയും ഒരു കറപ്ഷൻ ഉള്ളതായിട്ട് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവര് എന്നാലും ഇപ്പം ഡേറ്റ് റീവാലുവേഷൻ അതിനോടൊപ്പം തന്നെ ആൻസർ സ്ക്രിപ്റ്റ് കോപ്പി എടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു തെളിവ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സെൻട്രൽ ചേഞ്ചിന്റെ കാര്യമൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു കത്ത് കൊടുത്തിരുന്നു. ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സെൻട്രൽ ചേഞ്ചിന്റെ കാര്യമൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മറുപടിയായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്താം. ഇപ്പം നിലവിൽ 2015 സ്കീമിലുള്ള വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ ഇപ്പം നിലവിൽ അവർ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒരു ആശങ്കയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2015 സ്കീമിൽ നിന്ന് 19 സ്കീമിലോട്ട് മൈഗ്രേറ്റ് ഇപ്പം അവർക്കൊരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് മൈഗ്രേറ്റ് ചെയ്തവർക്ക് വേണ്ടിയുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാര്യം പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പുകളിലും എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ 2018 ബാച്ചില് ഈ ഇയർ ഔട്ട്
പിന്നെ നമ്മുടെ ബ്രേക്ക് ഓഫ് സ്റ്റഡി, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് മൂലം ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുത്തവരോ അങ്ങനെയുള്ളവർക്ക് അവരുടെ തൊട്ട് താഴത്തെ ജൂനിയർ ബാച്ച് 2019 സ്കീമിൽ പെട്ടവരാണ്. അപ്പൊ അവരുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് പഠിക്കണമെങ്കിൽ, അവരുടെ സബ്ജക്റ്റുകൾ പഠിക്കണമെങ്കിൽ സ്കീം മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്തു, ആൾറെഡി മൈഗ്രേറ്റ് ചെയ്തവർക്ക് വേണ്ടിയുള്ള എക്സ്റ്റൻഷനാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. 17-21 ബാച്ചിന് എക്സ്റ്റൻഷൻ ഉണ്ടാവും, ഇനി ചാൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോ കുറെ പേരുടെ പരാതിയാണ് ആൻസർ സ്ക്രിപ്റ്റ് കോപ്പി എടുപ്പിച്ചിട്ട് വാലുവേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ മാക്സിമം പേപ്പർ എടുപ്പിക്കുക, പേപ്പർ പഠിപ്പിച്ച സ്റ്റാഫിനെ കൊണ്ട് പേപ്പർ വാലുവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ആണെങ്കിൽ റിവ്യൂക്ക് നമുക്ക് പോകാവുന്നതാണ്. അതിനെ കുറിച്ച് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു 5000 രൂപ അമൗണ്ട് പേ ചെയ്തിട്ട് വേണം റിവ്യൂക്ക് അയക്കാൻ. പിന്നെ ബാക്കി ഡിസിഷൻ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നാണ് ഇവർ ചെയ്യുന്നത്. അവരുടെ ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്ന് പേപ്പർ ചെക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ പേപ്പർ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് 3000 രൂപ ഇങ്ങോട്ട് അവർ തരും, ബാക്കി 2000 അവരുടെ കയ്യിലാണ് ഉള്ളത്. വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വ്യാപകമായ പരാതിയുണ്ട്. ഇപ്പോഴത്തെ റെഗുലർ ബാച്ചായ 2019 സ്കീമിന്റെ കഴിഞ്ഞ S3യുടെയും S5ന്റെ റിസൾട്ടിൽ വ്യാപകമായ പരാതിയുണ്ട്. നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും 2-3 സപ്ലികളൊക്കെ വരുന്നതായിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഈ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം, അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ബന്ധവുമില്ല വാലുവേഷൻ എന്ന് വെച്ചാൽ വാലുവേഷൻ ക്യാമ്പിൽ ഇത് പോയി അവിടുത്തെ അധ്യാപകരാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. വാല്യൂ ചെയ്തുകൊണ്ട് അവർ തരുന്ന മാർക്കുകൾ യൂണിവേഴ്സിറ്റി എഡർ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ഉറപ്പായിട്ടും എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കോൺഫിഡൻസോട് കൂടിയുള്ളവര് നമ്മൾ ഈ ആൻസർ സ്ക്രിപ്റ്റ് കോപ്പി എല്ലാവരും തന്നെ നമ്മൾ ഈ പൈസ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആൻസർ സ്ക്രിപ്റ്റ് കോപ്പി 525 രൂപ കൊടുത്ത് ഒപ്പം തന്നെ റീവാലുവേഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പാസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വാലുവേഷനിൽ കറപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു, നമ്മൾ പഠിച്ചിട്ടും എഴുതിയിട്ടും പാസ്സാവുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുള്ളൊരു തെളിവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അധ്യാപകർക്കും നമുക്ക് വേണമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ അത്തരത്തില് അത് അൺസ്ക്രിപ്റ്റ് കോപ്പി അപേക്ഷിച്ച ഉടനെ ഏകദേശം കുറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് നമുക്കത് വരും. നമ്മുടെ പോർട്ടലിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, PDF ആയിട്ട് നമുക്കത് സൂക്ഷിക്കാം, ഒരു തെളിവായിട്ട് സൂക്ഷിക്കാം. പിൽക്കാലത്ത് നമുക്ക് എക്സാം എഴുതാൻ വരുമ്പോൾ നമുക്കത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്കിതൊരു തെളിവായിട്ട് നമുക്കിത് കാണിക്കുകയും ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും തന്നെ ഇപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമിനാണെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ നമ്മുടെ 2015 സ്കീമിന്റെ ഈ ആൻസ്ക്രിപ്റ്റ് കോപ്പിയും റീവാലുവേഷന്റെയും ടൈം കഴിഞ്ഞു. ഇനിയിപ്പം റീവാലുവേഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം 1025 രൂപ അടച്ചുകൊണ്ട് ഇനിയും നമുക്ക് പേപ്പർ എടുപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം അത് ഉപയോഗപ്പെടുത്തി എഴുതിയെന്ന് ഉറപ്പുള്ള എല്ലാവരും തന്നെ ഈ പേപ്പർ എടുപ്പിക്കണം. നമുക്ക് ഇനി വാലുവേഷന്റെ പ്രശ്നം യൂണിവേഴ്സിറ്റിയിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതിനുവേണ്ടി മാക്സിമം എല്ലാവരും ശ്രമിക്കുക. 2019 സ്കീമിന്റെ ഈ റൗട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുറച്ച് ക്രെഡിറ്റ് ഒക്കെ കുറച്ച് മതിയെന്ന് തോന്നുന്നു. നിലവിലാരും തന്നെ ഈ റൗട്ട് ആവാത്തൊരു സിറ്റുവേഷനിലാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയർ ബാക്ക് എന്നുള്ള ഒരു കാര്യം അത് മോശമായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമില്ല. ഒരുപാട് സപ്ലികൾ നിലനിൽക്കുന്നവര് ഇയർ ഔട്ട് ആയിക്കൊണ്ട് തന്നെ ഒരു വർഷം നമുക്ക് പഠിക്കാനായിട്ട് വിനിയോഗിക്കാൻ കിട്ടും. അപ്പൊ ആ ഒരു അവസരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജൂനിയർ ബാച്ചിന്റെ കൂടെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ഇയർ ഔട്ട് ആയിട്ട് 2015 സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇയർ ഔട്ട് ആയവര് തന്നെ അവര് അത്തരത്തിലൊരു അക്കാഡമിക് കമ്പാക്ക് വന്നുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ പഠിച്ച് പാസ്സായവരാണ്. ഇപ്പൊ വർഷങ്ങൾ നോക്കിയൊന്നും ആരും തന്നെ ഇത് നിജോനിന ഡൗട്ട് ചോദിച്ചോളൂ. ഇനിയും ആശങ്ക നിലനിൽക്കുന്നവര് അവര് കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മള് 2015 സ്കീമുകാരുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ, നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ആയത് 2015 അപ്പം അത്രയും 10 വർഷമായിട്ട് ഫസ്റ്റ് ബാച്ച് ഇപ്പം 10 വർഷം കടന്നിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് 2015, 16 പിന്നെ 17 ആയപ്പോഴത്തേക്കിന് കൊറോണയുടെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ്
ആക്ച്വലി എക്സ്റ്റൻഷൻ എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കുകയും അങ്ങനെ എല്ലാവരും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ അതാത് വർഷങ്ങളിൽ കൂടുന്ന സിൻഡിക്കേറ്റ് യോഗങ്ങളിലൂടെയാണ് തീരുമാനമെടുക്കുന്നത് എന്താണ് ഇനിയുള്ളത് എന്താണ് ഇനിയുള്ളത്. ഇപ്പം മുന്നേ കൂട്ടിയ ഒരു സിസ്റ്റം ഇല്ല. നമ്മുടെ ബാക്കിയുള്ള കേരള യൂണിവേഴ്സിറ്റി പോലെ മുന്നേ കൂട്ടിയ ഒരു സിസ്റ്റം നമ്മുടെ KTUവിനില്ല. അപ്പൊ വർഷാവർഷം കൂടുന്ന മീറ്റിംഗ് കൂടിയാണ് തീരുമാനിക്കുന്നത് ഇനി എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ആണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പം നിലവിൽ UGCയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം UGCയുടെ നിയമം അനുശാസിക്കുന്ന പോലെയാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ 2015 സ്കീമിന് ചാൻസ് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു എക്സാം ജൂൺ ജൂലൈയിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. അതെ അതെ, എല്ലാവർക്കും അത് തന്നെ. 10ൽ താഴെയാണ് മാർക്ക്. നമ്മുടെ മുഴുവൻ പേപ്പർ 30 പേജ് എഴുതി കഴിഞ്ഞാൽ 28. അതാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ അത് നമ്മൾ കൃത്യമായ രീതിയിൽ അത് ആൻസ്ക്രിപ്റ്റ് കോപ്പി എടുത്തുകൊണ്ട് തന്നെ റീവാലുവേഷന് കൊടുക്കണം. 2015 സ്കീം ആ ഒരു ചാൻസും കൂടെ കിട്ടും. എക്സ്റ്റൻഷൻ ഇല്ല. ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത്. S1S2 റീവാലുവേഷൻ റിസൾട്ട് അത് റീവാലുവേഷൻ റിസൾട്ടിന് നമ്മൾ മെയിൻ ആയിട്ട് ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മുൻകാലങ്ങളിലെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 2 months 3 months ഗ്യാപ്പാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ അതിൽ കൂടുതൽ വന്നിട്ടില്ല. മാക്സിമം പോയ ഒരു 156 ഡേയ്സ് ആണ് അതിന്റെ ഒരു വന്നിട്ടുള്ളത്. അപ്പം അതിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം റീവാലുവേഷൻ റിസൾട്ട് എല്ലാം തന്നെ. ഇപ്പോ 19 സ്കീമുകാരുടെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബാച്ച് അവര് ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ പുതിയ സ്കീമുകാരുടെ കൂടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയമാണ് അവർക്കുള്ളത്. ഇതേപോലെയായിരുന്നു 15 സ്കീമിന്റെ 18 ബാച്ചിന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അവര് ഓർത്തു ഇതേപോലെ അവര് 19 സ്കീമിന്റെ ഫസ്റ്റ് ബാച്ച് ഇരിക്കണം എന്ന്. പക്ഷെ അന്ന് കോവിഡ് വന്നതുകൊണ്ട് ഇയർ ബാക്ക് എല്ലാം യൂണിവേഴ്സിറ്റി മാറ്റി കളഞ്ഞേക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് അതിനെ പറ്റി വലിയൊരു ഡിസ്കഷൻ വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ അതിലൊരു ഡിസ്കഷൻ എന്തായാലും വരും. നമ്മള് ഇത് നമ്മുടെ ഇപ്പൊ 2019 ഈ ഒരു എന്താണ് ചോദിച്ചത് 19 സ്കീമിലെ ലാസ്റ്റ് ബാച്ച്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് 2015 സ്കീമിൽ ഉണ്ടായിരുന്ന 18 ബാച്ചിലെ വിദ്യാർത്ഥികൾ ബ്രേക്ക് ഓഫ് സ്റ്റഡി നടത്തിയവരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ജൂനിയർ ബാച്ചിന്റെ കൂടെ ഇരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ സ്കീം മൈഗ്രേറ്റ് ചെയ്യാണ് ഉണ്ടായത്. 2015 സ്കീമിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് 19 സ്കീം, അതായത് 2015 സ്കീമിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ അതേ സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ട് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും സിമിലർ ആയിട്ട് 2019 സ്കീമിലുള്ള സബ്ജക്റ്റുകൾ 2024 സ്കീമിൽ വരുമ്പോൾ എപ്രകാരമാണോ സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അത്തരത്തിലായിരിക്കും നമുക്ക് വരിക. അപ്പൊ ഒഫീഷ്യലായിട്ട് അറിയില്ല മുൻകാലങ്ങളിലെ കാര്യം എങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയായിരിക്കും വരുന്നത്. വാലുവേഷൻ രീതികൾ എന്ന് പറഞ്ഞാൽ ഈ മുൻകാലങ്ങൾക്ക് ഉപരി ആദ്യകാലങ്ങളിലൊക്കെ അധ്യാപകർക്ക് ബണ്ടിൽ കൊടുത്തു വിട്ടുകൊണ്ട് അതിന്റെ ആൻസർ കീ അവർക്ക് നൽകിക്കൊണ്ടാണ് വാലുവേഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഉപരിയായിട്ട് ഇത്തവണ ക്യാമ്പിലാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ വാലുവേഷൻ ക്യാമ്പിൽ എല്ലാ പേപ്പറുകളും വാലുവേഷൻ ക്യാമ്പിൽ എത്തിച്ചിട്ട് പ്രസ്തുത അധ്യാപകരെ കൊണ്ട് ഓരോ ബണ്ടിലും കൊടുത്ത് അങ്ങനെ നോക്കിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് നമുക്ക് വ്യക്തത ഇല്ലാത്തൊരു കാര്യം, ഈ ബണ്ടിൽ കിട്ടുന്നത് ചിലപ്പം ഈ സബ്ജക്ട് പഠിപ്പിക്കുന്ന ആളുടെ കയ്യിലായിരിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന പേപ്പറിൽ ആണ് പലർക്കും പ്രശ്നങ്ങൾ നേരിടുന്നത്. നമ്മൾ എഴുതിയെങ്കിലും അവർക്ക് വേറെ സബ്ജക്ട്, ഇപ്പൊ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കത്തില്ല കെമിസ്ട്രിയുടെ പേപ്പർ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട് നമ്മൾ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്ക് ഈ ഒരു സപ്ലിയുടെ കേസ് പൊതുവെ നമ്മളിപ്പോ കേൾക്കാറുണ്ട്. അതിപ്പോ ഡയറക്റ്റ് ആയിട്ട് എഴുതാണ്ട് പാസ്സാവാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് FE ഉള്ളവർക്കല്ലേ ആ ഒരു ഡയറക്റ്റ് പാസ് ഇപ്പൊ അവര് കൊടുക്കുന്നുള്ളൂ. അല്ലാത്തവര് എഴുതി വേണമല്ലോ പാസ്സാവാൻ. അപ്പം യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണോ പോകുന്നത് അപ്പൊ അവരെ ഒന്ന് സമാധാനപ്പെടുത്തി വിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സപ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പേര് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് അറിയിച്ചിരിക്കുന്നത് ഒരു പാസ്ബോർഡ് കൂടും, അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഈ പ്രീവിയസ് വന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു മോഡറേഷൻ നൽകി
പാസ്സാക്കി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാക്കാൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്രത്തോളം അത് ശാശ്വതമാണ്, എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യവും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഒരു എക്സ്റ്റൻഷൻ അത് നമുക്ക് ഉറപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അതെന്തായാലും ഇനി എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാവും 2015 സ്കീമുകാർക്ക്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് 2015 സ്കീം എക്സ്റ്റൻഷൻ 6 മാസമായിരിക്കോ അതോ 1 വർഷത്തേനായിരിക്കുമോ എന്ന്. 6 മാസത്തേക്കിനായിരിക്കും എക്സ്റ്റൻഷൻ തരുക കേട്ടോ. 6 മാസം ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ പേരുടെ ഒരു പരാതിയാണ് രാവിലെയും ഉച്ചയ്ക്കും ഉള്ള പരീക്ഷയുടെ ഒരു ഇത്. അവർക്ക് ഒരു എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം എന്നുള്ള സാഹചര്യം. പക്ഷേ അവർക്ക് ഇത്രയും എക്സാം നടത്തിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ വളരെ കർശനമായ രീതിയിൽ അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഇതിനു മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും കൂടെ ചെന്ന് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയും. അവിടെ പുതിയൊരു വി സി ജോയിൻ ചെയ്തു. അതിനുശേഷം അവിടെയുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാരായിട്ടും അവിടുത്തെ ഉള്ള സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഒരു സ്വരച്ചേർച്ചയില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ എക്സ്റ്റൻഷന്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അധ്യാപകർക്ക് ഇപ്പോഴും റീവാലുവേഷനും ഈ ഇൻവിജിലേറ്ററുമായിട്ട് നിൽക്കുന്നവർക്കും പേപ്പർ വാല്യൂ ചെയ്തവർക്കുള്ള ശമ്പളങ്ങൾ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു വലിയൊരു പൊതുവായിട്ടുള്ള വിഷയമാണ്. അപ്പം മുകളിലുള്ള ആളുകൾക്കും ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ സമാധാനപ്പെട്ട് ഇരിക്കുക. പിന്നെ മെയിലുകൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ മെയിലൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ മെയിൽ കൂടാതെ തന്നെ നമ്മുടെ ഇപ്പം ഇമെയിൽ ഒരുപാട് വന്ന് അവിടെ സ്പാമിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് കിടക്കും. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം 2015 സ്കീം ആരാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യിക്കാനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് പോവുകയോ അല്ലെങ്കിൽ കത്തായിട്ട് അയക്കുകയോ ചെയ്യുന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മളിപ്പം 2015 സ്കീമുകാരുടെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ എന്നുള്ളത് ആവശ്യം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ നൽകിയിട്ടും പലരും എക്സാം രജിസ്റ്റർ ചെയ്യുന്നില്ല. രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ പോയി എഴുതുന്നില്ല. അപ്പം എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതുന്നവരാണെങ്കിൽ പോലും വളരെ ലാഘവത്തോടു കൂടിയാണ് എക്സാമിനെ കാണുന്നത്. ചിലർ ഒരു പേപ്പർ പോലും എഴുതാത്ത അങ്ങനെയാണ് വിടുന്നത്. അപ്പൊ അത്തരത്തിൽ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ആവശ്യം അത് ഉള്ളവരാണെന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് മാക്സിമം ആളുകൾ മെയിൽ അയക്കുക. പിന്നെ അതുപോലെ ഈ കത്തുകൾ നമ്മുടെ രജിസ്റ്റേർഡ് ലെറ്റർ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇതുപോലെ നമ്മുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിക്ക് ഉറപ്പ് വരുന്നത്. അപ്പം അത് കൗണ്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അത്തരത്തിലും ഉള്ള നീക്കങ്ങൾ കാര്യങ്ങൾ മാക്സിമം ചെയ്തോളൂ കേട്ടോ. എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വരും കേട്ടോ. ആൾറെഡി നവംബറിൽ നമുക്ക് ഡിസംബർ 31 വരെയാണ് അവർ എക്സ്റ്റൻഷൻ പ്രൊവൈഡ് തന്നിട്ടുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് എക്സ്റ്റൻഷൻ ആണ് നമുക്ക് ഇനി ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ആൻസർസ്ക്രിപ്റ്റ് കോപ്പിയോടൊപ്പം തന്നെ റീവാലുവേഷൻ കോപ്പി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റീവാലുവേഷൻ കൊടുക്കുന്നത്. അപ്പം റീവാലുവേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആൻസർസ്ക്രിപ്റ്റ് കോപ്പി എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പാസ്സാക്കി വിടുന്ന ഒരു പ്രവണതയുണ്ട്. മാത്രമല്ല നമ്മുടെ ആൻസർസ്ക്രിപ്റ്റ് കോപ്പി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചതിന് ശേഷം റീവാലുവേഷന്റെ റിസൾട്ട് നോ ചേഞ്ച് ആണെങ്കിൽ മാത്രം നമുക്ക് റിവ്യൂ റിക്വസ്റ്റിന് പോകാം. നമ്മൾ റിവ്യൂ റിക്വസ്റ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കോളേജിൽ ഏതെങ്കിലും ഫാക്കൽറ്റിയെ കൊണ്ട് ഇതൊന്ന് വാല്യൂ ചെയ്യിക്കുക. വാല്യൂ ചെയ്തിട്ട് 5200 രൂപയാണ് അതിന്റെ ഫീ വരുന്നത്. അപ്പൊ അത് കൊടുത്ത് റിവ്യൂ റിക്വസ്റ്റ് കൊടുത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു സ്റ്റാഫിനെ അവർ അലോട്ട് ചെയ്ത് ആ പേപ്പർ ഒന്നും കൂടെ വാല്യൂ ചെയ്ത്
അത് പാസ് ആവുകയാണെങ്കിൽ 3000 നമുക്ക് റീഫണ്ട് ചെയ്യും. അതാണ് അതിന്റെ പ്രൊസീജിയർ. അതാണ്. റേഡിയോ മാംഗോ ആദി ഇനിയും ഒരു സപ്ലൈ ഉള്ളവർക്ക് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എക്സാം വരുന്നത് ജൂൺ ജൂലൈയിലായിരിക്കും കേട്ടോ. അതിന്റെ വാല്യുവേഷൻ കഴിഞ്ഞതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് S1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പൊ 3 സ്കീമാണ് നിലവിൽ ഓടുന്നത്. അപ്പൊ ആ എല്ലാ സ്കീമുകളുടെയും കാര്യങ്ങളും കൂടെ ആയതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും താമസം നേരിടുന്നത്. അവര് പറയുന്നൊരു പരാതി 2015 സ്കീമുകാരുടെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് റെഗുലർ ബാച്ചുകാരുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ S1 റിസൾട്ട് എല്ലാരും തന്നെ ഒന്ന് നോക്കിക്കാണുന്ന ഒരു റിസൾട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് സിലബസിന് ചേഞ്ച് വരുത്തി. 60 മാർക്കിനാണ് അവർ യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത്. അപ്പൊ പാസ്സാവാൻ 24 മാർക്ക് മതി. അപ്പൊ എത്രത്തോളം പാസ് പെർസെന്റേജ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. S1 റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. റീവാലുവേഷൻ റിസൾട്ട് നമുക്ക് മെയ്യില് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ വരാൻ പോകുന്ന എക്സ്റ്റൻഷൻ എന്തായാലും പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതെ, പേയ്മെന്റ് എന്തായാലും ഉണ്ടാവും എക്സ്റ്റൻഷന്. അവര് എന്താണ് അതിന്റെ സെർവർ, അതിന്റെ ഒരു ചാർജും പോർട്ടൽ ഫെസിലിറ്റേഷൻ ഫീ എന്നൊക്കെ ഒരു ഇനത്തിലാണ് അവർ ഫീ ഈടാക്കുന്നത്. അപ്പം ഫീ എത്രത്തോളമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തെങ്കിലും വിദ്യാർത്ഥികളുമായിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുവാണെങ്കിൽ നമുക്കത് ശക്തമായ രീതിയിൽ ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാക്കാം. ശ്രീനാഥ് ഇപ്പൊ വന്നതല്ലേ? എക്സ്റ്റൻഷൻ ഉണ്ടാവും ബ്രോ കേട്ടോ. എക്സ്റ്റൻഷൻ ഇനി എക്സാം ഉണ്ടാവും. അത് യൂണിവേഴ്സിറ്റി ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒഫീഷ്യലായിട്ട് ഉള്ള നോട്ടിഫിക്കേഷൻ ഏപ്രിലിൽ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ. 2015 സ്കീമിന് എക്സാം ഇനിയും ഉണ്ടാവും. ഉണ്ട്. എക്സ്റ്റൻഷൻ ഉണ്ട്. എല്ലാവരും ഇത് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാം ജൂൺ ജൂലൈയിലായിരിക്കും നടക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു സീസണിൽ നടക്കുന്ന എക്സാം ഇല്ലേ, ജൂൺ ജൂലൈയിൽ ഒക്കെ ആവും എക്സാം നടക്കുന്നത്. അപ്പൊ ആ ഒരു സീസണിൽ പ്രതീക്ഷിക്കാം കേട്ടോ. നോക്കാമോ? ലൈവില് ഉള്ളവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് ലൈവിൽ വന്ന് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും കാര്യങ്ങളോ, പേപ്പർ ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്, LP ഗ്രേഡ്, ലോവർ പാസ് ഗ്രേഡ് ഉടൻ തന്നെ വരുന്നതാണ്. റിസൾട്ട് നമ്മൾ LP അപ്ലൈ ചെയ്തതിനു ശേഷം ഏതാണ്ട് 1-1.5 മാസത്തിനുള്ളിൽ തന്നെ വരേണ്ടതാണ്. അപ്പം അത് എന്താണ്, അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീവൻസ് ടിക്കറ്റ് റേസ് ചെയ്തോളുക. ഗ്രീവൻസ് ടിക്കറ്റ് റേസ് ചെയ്തതിനു ശേഷം നമ്മുടെ പോർട്ടലിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, ആ റെഡ് അക്ഷരത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ആ നമ്പറിൽ വിളിക്കുക. അതില് 11 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്തെന്നായിരിക്കും. ചിലപ്പോൾ തിരിച്ചും വിളിക്കാറുണ്ട്. അപ്പൊ ഗ്രീവൻസിലെ സ്റ്റാഫുകളാണ് അത് എടുക്കുന്നത്. അപ്പം അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവര് പരിഹരിക്കപ്പെടും. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സ്ട്രീമുകളുടെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബിടെക് മാത്രമല്ല, BHMT, BArc, പിന്നെ നമ്മുടെ തന്നെ 3 സ്കീമുണ്ട്. അവരുടെയും പല സ്കീമിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തതയില്ലാത്ത രീതിയിലാണ് അവർ ഉത്തരങ്ങൾ പറയുന്നത്. പലരോടും പല രീതിയിലാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും സമയം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച ആഷിഖിനെ
ഒരുപാട് നന്ദിയുണ്ട്. സ്റ്റുഡൻസിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനും ആഷിഖ് ഒരുപാട് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇനിയും ലൈവ് വരുന്നതാണ്. ആഷിഖിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് ഈ ലൈവിലേക്ക് എന്നെ ക്ഷണിച്ച അഡ്മിന് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും തന്നെ നമ്മള് യൂണിവേഴ്സിറ്റിയിൽ KTU യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് നമ്മളിപ്പം ചെയ്യേണ്ട കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓരോ സിലബസും കൈകാര്യം ചെയ്തുകൊണ്ട് എക്സാമിനെ നമ്മൾ നേരിടുക എന്നുള്ളതാണ്. ഇപ്പം ഉള്ള ടൈമിൽ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ മാക്സിമം നമ്മളെല്ലാ ഓരോ എക്സാമുകളും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാൻ. ഇപ്പൊ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ കണ്ടുകൊണ്ട് പ്രീവിയസ് ഓരോ യൂണിവേഴ്സിറ്റി എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ട്രൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്, നിസ്സാര കാര്യം തന്നെയാണ്. നമ്മള് ഭയങ്കരമായിട്ടുള്ള ആരും തന്നെ എഫോർട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എഫോർട്ട് എടുക്കുന്നവരും ഉണ്ട്. അപ്പം വളരെ ലാഘവത്തോടു കൂടി ആരും എക്സാമിനെ കാണാതിരിക്കുക. എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ എക്സാമിനെ അറ്റൻഡ് ചെയ്ത. ഓക്കെ, 2019 സ്കീമിന്റെ ഇയർ ബാക്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആരും തന്നെ ഇയർ ബാക്ക് ആവാറില്ല. അത് ക്രെഡിറ്റ് വളരെ കുറച്ചുള്ള ക്രെഡിറ്റ് ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി വരുന്ന വീക്കെൻഡ്സിലൊക്കെ നമ്മൾ മാക്സിമം ലൈവ് വരാൻ നോക്കാം. വിദ്യാർത്ഥികളുടെ ആശങ്കകളൊക്കെ നമുക്കിവിടെ പങ്കിടാം. പറ്റാവുന്ന പരിഹാരങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ്. സോ ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആഷിഖിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. 2015 സ്കീമിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച എല്ലാ സ്റ്റുഡൻസിനും നന്ദി അറിയിക്കുന്നു.